വളരെ യാദൃച്ഛികമായാണ് ഓഫീസിൽ വന്ന ആ പുതിയ കുട്ടിയെ ഞാൻ പരിചയമാവുന്നത്. ആദ്യം ഒന്ന് തീരെ ഞാൻ ശ്രദ്ധിച്ച പോലും ഇല്ലേ. നീളം കുറഞ്ഞ കണ്ണടയൊക്കെ വെച്ച് ഒരു കൊച്ചു പെണ്ണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. ചെറിയ പ്രായമൊക്കെ ഉള്ളൂ എന്ന് ഞാൻ കരുതി. പക്ഷേ ഇടയ്ക്ക് ഓഫീസിൽ ഒരു കാര്യത്തിന് ആ കുട്ടിയുടെ ടീമായിട്ട് കൂടെ ജോലി ചെയ്യേണ്ട ഒരു ആവശ്യം വന്ന സമയത്ത് എൻ്റെ കൂടെ ആ കുട്ടിയായിരുന്നു. 1-2 ദിവസം ഒരുമിച്ച് ജോലിയൊക്കെ ചെയ്തു തുടങ്ങിയ സമയത്താണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. ആ സമയത്ത് അവളുടെ പ്രായം കേട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഏകദേശം 28 വയസ്സിനടുത്തുണ്ടും പോലും. ഒരു ഷോർട്ട് ഗേൾസ് എന്ന് തന്നെ പറയാം. കുറച്ച് ശരീരമൊക്കെ നോക്കിയാൽ പിന്നെ പെണ്ണുങ്ങൾ എന്നും ചെറുപ്പം തന്നെ ആയിരിക്കുമല്ലോ. കുട്ടി കൊള്ളാം, നല്ല ശരീരം, കുറച്ച് മുടിയൊക്കെ ഉണ്ട്. ആകെ മൊത്തം ഒരു സുന്ദരി തന്നെ. ഞങ്ങൾ പരസ്പരം മിണ്ടി തുടങ്ങിയ അന്ന് രാത്രി തന്നെ ഞാൻ നമ്പർ കൈമാറി ചാറ്റ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ പറഞ്ഞു, കല്യാണം കഴിഞ്ഞൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ വിവാഹം കഴിഞ്ഞതായിരുന്നു. അത് അവൾ അറിഞ്ഞില്ലായിരുന്നു. അവളോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ ചോദിച്ചു, ഭാര്യ പ്രശ്നമാക്കില്ലേ എന്ന് ചാറ്റ് ചെയ്യുന്നത് കണ്ടാൽ. ഞാൻ പറഞ്ഞു, ഞാനും ഭാര്യയും ഒരു ഓപ്പൺ റിലേഷനാണ് എന്ന് പറഞ്ഞപ്പോൾ ലേശം ഞെട്ടിയോ എന്നൊരു തോന്നൽ. പിന്നെ ഞാൻ മാത്രമാണ് കുറച്ചും കൂടി ഓപ്പൺ. ഭാര്യയ്ക്ക് ഞാൻ വേറെ ആൾക്കാരുമായിട്ട് ചാറ്റ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. അതൊക്കെ കേട്ടപ്പോൾ അവളൊരു ചെറിയൊരു ഉപദേശം തരാൻ തുടങ്ങി. ചാറ്റ് ചെയ്യുന്നതൊക്കെ ശരിയാണ്, പക്ഷെ നമുക്ക് പറ്റിയ ആളല്ല എന്ന് കണ്ടാൽ ആ ചാറ്റിങ് അവിടെ വെച്ച് നിർത്തണം എന്ന് അവൾ എന്നോടൊരു ഉപദേശം തന്നു. അങ്ങനെ സംസാരം അവിടെ കൊണ്ട് അവസാനിച്ചു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാണ് ഞങ്ങൾ ചെയ്ത വർക്ക് കമ്പനിയിൽ നല്ലപോലെ വിജയിച്ചു. അതുകൊണ്ട് അവൾക്കൊരു നല്ല വില കിട്ടി. അതവൾ പറയാൻ വേണ്ടിയിട്ടാണ് അടുത്ത തവണ എന്നെ ഫോൺ വിളിക്കുന്നത്. ഞാൻ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് ഞാൻ അവളോട് അതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ സമയത്ത് വീണ്ടും എൻ്റെ ലൈഫിനെ കുറിച്ചും എൻ്റെ ഭാര്യയെക്കുറിച്ചും ഒക്കെ പുള്ളിക്കാരിക്ക് കേൾക്കാൻ നല്ല താല്പര്യമുള്ള പോലെ എനിക്ക് തോന്നി. ഞാൻ അതിനെപ്പറ്റി പറയുകയും ചെയ്ത്. അവളത് കേട്ടു. അതൊക്കെ കേൾക്കാൻ നല്ല താല്പര്യമുള്ള കൂട്ടത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊന്ന് മുട്ടി ഒരു ശ്രമം നടത്താൻ നോക്കി. അവളാണെങ്കിൽ ദേഷ്യമൊന്നും കാണിക്കാതെ നല്ല പോലെ അതിന് മറുപടി തന്നത്, തന്നെക്കുറിച്ചൊക്കെ താല്പര്യമുണ്ട് എന്നൊരർത്ഥം കൂടി ഇല്ലേ എന്നൊരു തോന്നൽ അവളുടെ ആ മിണ്ടാട്ട നിൽപ്പ് കണ്ടപ്പോൾ. പക്ഷേ അവൾ എന്നോട് പറഞ്ഞ്, കമ്പനി കൂടാനൊക്കെ എനിക്ക് താല്പര്യമാണ്, പക്ഷേ കളിക്കാനൊന്നും എനിക്ക് ഒട്ടും താല്പര്യമില്ല ഒഴുക്കമട്ടിൽ അവൾ പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷമാണ് ഒരു ദിവസം പുറത്തു പോയാലോ എന്ന് ചോദിച്ച് അവളുടെ വിളി വരുന്നത്. 2 അടിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടെ പോയി. അത്യാവശ്യം പ്രൈവസി കിട്ടുന്ന ഒരു ബാറിൽ പോയി ഓരോ ബീർ പറഞ്ഞു. ബീർ കുടിച്ചുകൊണ്ട് ഉള്ള സംസാരം കൂടി. പിന്നെ ഞങ്ങൾ ഒന്ന് തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കാൻ തുടങ്ങി. ഞാൻ അവളുടെ തുടയിൽ ചെറുതായി ഒന്ന് നുള്ളി. അവൾ അകന്നു മാറാനോ ദേഷ്യപ്പെടാനോ നിന്നില്ല. എൻ്റെ മനസ്സിൽ അവൾക്ക് സമ്മതമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞു, തൻ്റെ ഭംഗി കണ്ടിട്ട് എനിക്കൊക്കെ ഒരു ചുംബനം തരാൻ തോന്നുന്നു ഒക്കെ പറഞ്ഞു അവളോട്. പക്ഷേ അത് പറഞ്ഞ സമയത്തും അവളുടെ എതിർപ്പൊന്നും ഞാൻ കണ്ടില്ല. പകരം അവൾ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്ന് പോയേ. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടി അവളോട് പറഞ്ഞു, ശരിക്കും തന്നെ ഭംഗി കണ്ടിട്ട് എനിക്ക് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തരാൻ തോന്നുന്നുണ്ട് കേട്ടോ എന്ന്. പിന്നീടും അവളൊന്നും എതിർപ്പൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് ഞാൻ കെട്ടിപ്പിടിച്ച് അവളുടെ കവിളിൽ ഒരു മുത്തം കൊടുത്തു. അതിനും എതിർപ്പൊന്നും കണ്ടില്ല. ഞാൻ അവളെ കെട്ടിപ്പിടിച്ചു. കവിളിൽ ഒരു ചുടുചുംബനവും നൽകി. അവളുടെ കവിളാകെ തുടുത്തു. മുഖത്ത് ഒക്കെ ഒരു തരം ചുവപ്പ് കലർന്നു. ഇനി പുള്ളിക്കാരി എന്തെങ്കിലും ചെയ്യോ എന്ന് നോക്കാനായിട്ട് ഞാനൊരല്പം മാറിയിരുന്നു. ആദ്യം അവളുടെ കൈമെല്ലെ എൻ്റെ കയ്യിൽ അമർന്നു. ലേശം വിയർക്കുന്നുണ്ട് അവൾ. ഞാനൊന്നും കൂടി
അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. പെട്ടെന്ന് അവൾ പറഞ്ഞു ഇറങ്ങാമെന്ന്. എന്നിട്ട് വാഷ്റൂമിലേക്ക് നടന്നു. പിന്നാലെ ഞാനും നടന്നു. വാഷ്റൂമിൽ ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഞാൻ അവളെ പിറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. അവളുടെ കഴുത്തിൽ ഒരു ഉമ്മ നൽകി. തിരിഞ്ഞു നോക്കിയ അവളുടെ ചുണ്ടുകൾ കവിളുകളും ചുവന്ന് തുടുത്ത് നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. എൻ്റെ കൈകൾ മെല്ലെ അവളുടെ തോളിൽ അമർന്നു. പിന്നെ പതുക്കെ അരക്കെട്ടിൽ പിടിച്ചു. അവള് അതൊന്നും ശ്രദ്ധിച്ചതുപോലെ ഇല്ല എന്ന് എനിക്ക് തോന്നി. വീണ്ടും അവളെ ഞാൻ കെട്ടിപ്പിടിച്ചു. പെട്ടെന്നാണ് അവൾക്ക് സ്ഥലകാലബോധം വന്നത്. പെട്ടെന്ന് അവൾ പറഞ്ഞു പോകാം എന്ന്. അവൾ നേരെ വണ്ടിയുടെ നേരെ നടന്നു. വണ്ടിയിൽ കയറിയ ഉടനെ ഞാനൊന്ന് അവളെ പിടിച്ചു വലിച്ചു. അവൾ പ്രതികരിക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. ഇത്തവണ എൻ്റെ ആലിംഗനം കുറച്ച് ഗാഢമായി തന്നെ ഇരുന്നു. ഞാൻ ചോദിച്ചു ഇനിയിപ്പോൾ പോണോ, നമുക്കിന്ന് ഒരുമിച്ചൊരു ദിവസം നിന്നൂടെ എന്ന്. എൻ്റെ ആവശ്യമായിരുന്നു അത്. തിരിച്ച് അവളുടെ വേണ്ട എന്നൊരു മറുപടി വന്നാൽ ഒരു തവണ കൂടി ശ്രമിക്കാം, അല്ലെങ്കിൽ പോകാം എന്ന് എനിക്ക് തോന്നി. പക്ഷെ അവളൊന്നും പറഞ്ഞില്ല. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഞാൻ ഹോട്ടലിൽ പോയി റൂം ബുക്കാക്കി. എന്നിട്ട് അവളുടെ കയ്യും പിടിച്ച് റൂമിലേക്ക് കയറാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ അവൾ യാന്ത്രികമായ ഒരു പാവയെ പോലെയായിരുന്നു എന്നെ പിന്തുടർന്നത്. റൂം തുറന്നു. ഞാൻ വാതിലടച്ചു. കുറച്ചു നേരത്തേക്ക് ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി നിന്നു. ഞാൻ അവളുടെ കയ്യും പിടിച്ച് ബെഡിലേക്ക് ഇരുന്നു. ഞാൻ അവളുടെ സമ്മതം ചോദിച്ചു, നിനക്ക് ഓക്കെ അല്ലേ? അവളൊന്നും മിണ്ടിയില്ല. തലയാട്ടി. എനിക്ക് മനസ്സിലായി അവൾക്കും സമ്മതമാണെന്ന്. ഇപ്പം ശരിക്കും എനിക്ക് അവളെ കണ്ടാൽ നേരത്തെ കണ്ടതിനേക്കാളും ഭംഗി കൂടുതലായിട്ട് അവൾക്ക് തോന്നുന്നുണ്ടെന്ന് തോന്നി. ചെറുതായി അവൾ വിയർക്കുന്നുണ്ട്. അവളുടെ ശ്വാസം സ്പീഡ് കൂടുന്നു. അവളുടെ കിതപ്പ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. പെട്ടെന്ന് അവൾ പറഞ്ഞു എനിക്ക് വെള്ളം